ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഗണപതി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഏത്തമിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് എല്ലാവരും വിഘ്നേശ്വരനെ ഇങ്ങനെ ഏത്തമിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് ഒരു കഥയുണ്ട് അതിൻ്റെ പുറകിൽ. അത് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും രാക്ഷസ രാജാവായ രാവണനെ അറിയാം അല്ലേ? ലങ്കയുടെ രാജാവായിരുന്നു രാവണൻ. രാമായണത്തിലെ വളരെ വിശദമായി രാവണനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുബേരൻ സഹോദരനാണ് അല്ലേ? കുബേരൻ്റെ കയ്യിലായിരുന്നു ആദ്യം ലങ്കാപുരി, സ്വർണ്ണ ലങ്കയാണ്. ആ ലങ്കാപുരി കുബേരൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തതാണ് ആര്? രാവണൻ. എന്നിട്ട് ലങ്കയുടെ രാജാവായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. ലങ്കയെ തലസ്ഥാനമാക്കിക്കൊണ്ട് ഭരിക്കുകയായിരുന്നു ആര്? അസുര രാജാവായ രാവണൻ. അങ്ങനെ രാവണൻ ദുഷ്ടനും നീചനും പരാക്രമിയും ഒക്കെ ആയിരുന്നു എങ്കിലും ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്നു. രാവണൻ ബ്രാഹ്മണനായിരുന്നു. നിങ്ങൾക്ക് ആ കഥ അറിയാമോ? രാവണൻ ബ്രാഹ്മണനായിരുന്നു. രാവണൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ മഹാദേവൻ ഒരിക്കൽ പ്രസാദിച്ച് ഒരു ശിവലിംഗം രാവണന് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി മഹാദേവൻ പറഞ്ഞു, ഈ ശിവലിംഗം ലങ്കയിൽ കൊണ്ടുപോയി വെച്ച് പൂജിക്കുക. അങ്ങനെ പൂജിച്ചു കഴിഞ്ഞാൽ രാവണന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, അത്രയ്ക്ക് ശക്തി ലഭിക്കും, ആരും രാവണനെ തോൽപ്പിക്കുകയില്ല എന്നും കൂടി മഹാദേവൻ പറയുന്നു. അപ്പോൾ രാവണന് വലിയ സന്തോഷമായി. അങ്ങനെ ഈ ശിവലിംഗവും കൊണ്ട് രാവണൻ ഇങ്ങനെ പോവുകയാണ്. ഈ വിവരം ദേവന്മാരുടെ ചെവിയിലെത്തി. അവർക്ക് സഹിക്കുമ്പോൾ രാവണനെ വധിക്കാനായി ശ്രീരാമചന്ദ്രൻ അവതരിക്കാൻ പോവുകയാണ്. ദുഷ്ടനാണ്, ഇവനെ ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ എന്താണ് അതിൻ്റെ ഫലം? എന്തൊക്കെയായിരിക്കും പിന്നെ രാവണൻ കാട്ടിക്കൂട്ടാൻ പോകുന്നത്? ഇപ്പം തന്നെ സഹിക്കാൻ വയ്യ. അങ്ങനെ ദേവന്മാർ ഈ വിവരമൊക്കെ അറിയുകയും ഈ വിവരം അവർ ചെന്നിട്ട് മഹാഗണപതിയെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉടൻ തന്നെ മഹാഗണപതി ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിക്കുകയും രാവണൻ്റെ പുറകെ കൂടുകയും ചെയ്യുന്നു. എന്നിട്ട് വിനായകൻ്റെ ആ ശക്തിയാൽ, മഹാശക്തിയാൽ രാവണന് പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നു? മൂത്രശങ്ക ഉണ്ടാകുന്നു. അങ്ങനെ ശിവലിംഗം കയ്യിൽ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് പാപമാണല്ലോ എന്ന് കരുതിയിട്ട് ഇനി എന്തു ചെയ്യും? ഇത് താഴെ വെക്കാനും സാധിക്കുകയില്ലല്ലോ, താഴെ വെച്ചാൽ പിന്നെ എടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയും കൂടെ മഹാദേവൻ പറഞ്ഞിരുന്നു. ഇത് താഴെ വെക്കാതെ കൊണ്ടുപോകണമെന്നാണ് ആര് പറഞ്ഞിരുന്നത്? മഹാദേവൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? എനിക്ക് മൂത്രം ഒഴിക്കണമല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വരുന്നു ഒരു ബ്രഹ്മചാരി. അങ്ങനെ ഈ ബ്രഹ്മചാരിയെ കണ്ടിട്ട് ഈ ശിവലിംഗം ബ്രഹ്മചാരിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ മടങ്ങി വരുന്നത് വരെ ഈ ശിവലിംഗം സൂക്ഷിക്കണം, താഴെ വെക്കരുത് എന്ന് പറയുന്നു. ബ്രഹ്മചാരി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സമ്മതിച്ചു. എന്നിട്ട് എന്തെങ്കിലും കാരണവശാൽ വരാൻ വൈകിയാൽ താൻ 3 തവണ വിളിക്കുമെന്നും അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ശിവലിംഗം താഴെ വെച്ചിട്ട് പോകുമെന്നും ഈ ബ്രഹ്മചാരി രാവണനോട് പറയുകയാണ്. രാവണൻ അത് സമ്മതിക്കുന്നു. അവിടെയും വിനായകൻ എന്തു ചെയ്യുന്നു? തൻ്റെ ശക്തി പ്രയോഗിക്കുകയാണ്. എത്ര മൂത്രം ഒഴിച്ചിട്ടും രാവണന് ആ മൂത്രശങ്ക തീരുന്നില്ല. അങ്ങനെ ആ സമയത്തൊക്കെ വിനായകൻ എന്ത് ചെയ്യുന്നുണ്ട്? രാവണനെ വിളിക്കുന്നുണ്ട്. 3 തവണ വിളിച്ചു. പക്ഷേ രാവണൻ മൂത്രം ഒഴിച്ച് കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഗണപതിയുടെ കുസൃതിയാണ്. അങ്ങനെ 3 തവണ വിളിച്ചിട്ടും രാവണൻ എത്തിയില്ല. ആ സമയത്ത് വിനായകൻ എന്തു ചെയ്യുന്നു? ശിവലിംഗം താഴെ വെക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാവണൻ മടങ്ങി വരുന്നു. രാവണൻ മടങ്ങി വരുമ്പോൾ നിലത്തിരിക്കുന്ന ശിവലിംഗമാണ് കാണുന്നത്. അയാൾ അത് ഓടി വന്ന് അതെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ശിവലിംഗം എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ദേഷ്യം വരികയാണ് രാവണന്. അങ്ങനെ കോപിഷ്ഠനായ രാവണൻ ബ്രഹ്മചാരിയുടെ തലയിൽ 2 കിഴുക്ക് വെച്ച് കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ മഹാഗണപതിക്ക് ദേഷ്യം വരികയും ആ ബ്രഹ്മചാരി തൻ്റെ വിശ്വരൂപം രാവണൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഗണപതിയുടെ ആ വിശ്വരൂപം കണ്ട് ഭയപ്പെട്ടു പോവുകയാണ് ആര്? രാവണൻ. അങ്ങനെ രാവണൻ ചെയ്തു പോയ തെറ്റിൻ്റെ പ്രായശ്ചിത്തമായി സ്വന്തം തലയ്ക്ക് കിഴുക്കുകയും കാലും കൈയും പിണച്ച് കാതുകളിൽ പിടിച്ച്
ഏത്തമിടുകയും ചെയ്തു വിനായകൻ്റെ മുമ്പിൽ എന്നാണ് ശിവപുരാണം പറയുന്നത്. അന്നു മുതലാണ് പാപപരിഹാരത്തിനായിട്ട് ഏത്തമിടൽ സമ്പ്രദായം നിലവിൽ വന്നത് എന്നും ശിവപുരാണത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ മഹാഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഏത്തമിട്ട് പ്രാർത്ഥിക്കണം. ഏത്തമിട്ട് പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണം? നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിൽ ഏത്തമിട്ട് സമസ്താപരാധം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ആ പാപമൊന്നും എന്ത് ചെയ്യരുത്. അതല്ലാതെ എല്ലാവരും കാണിക്കുന്നത് പോലെ അങ്ങനെ അങ്ങ് കാണിച്ചു, വെറുതെ അങ്ങനെയും കാണിച്ചിട്ട് അങ്ങ് വലത്തിട്ട് പോവുകയല്ല വേണ്ടത്. ആദ്യം ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്ന്, ഭഗവാനെ, എൻ്റെ ഭാഗത്തു നിന്നും ഇന്ന പോലത്തെ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയി, അത് ഞാൻ അറിവില്ലാതെ ചെയ്തു പോയതാണ്, അതല്ലെങ്കിൽ അന്നേരത്തെ സാഹചര്യം കൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്, തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് ആ സമയത്തെ എൻ്റെ വിവരമില്ലായ്മയോ ബോധമില്ലായ്മയോ ദേഷ്യം കൊണ്ടോ ഒക്കെയാണ്, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ തെറ്റ് ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങനെ വേണം ഏത്തമിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതല്ലാതെ എല്ലാവരും കാണിക്കുന്നു, നമ്മളും ഒന്ന് കുലുങ്ങുന്നു, അവിടെ ചെന്നു ഒന്ന് കുലുങ്ങിയിട്ട് പോവുകയല്ല വേണ്ടത്. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം. ഈ ഐതിഹ്യം മനസ്സിലാക്കി ഭഗവാന്റെ മുമ്പിൽ സമസ്താപരാധം പറഞ്ഞു വേണം ഏത്തമിടാൻ. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. മഹാഗണപതിക്ക് ഒരു വലത്താണ് വിധിപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഒരു വലത്തിട്ട് ഒരു പ്രദക്ഷിണം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? കറുകമാല സമർപ്പിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് മഹാഗണപതിയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. ബുദ്ധിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദേവതയാണ് മഹാഗണപതി. അതുകൊണ്ട് തന്നെ കുട്ടികൾ, അതായത് പഠിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് പഠനത്തിൽ അല്പം പുറകോട്ടാണെന്നുണ്ടെങ്കിൽ വിദ്യാസൂക്ത അർച്ചനയൊക്കെ നിങ്ങൾക്ക് ഗണപതി ഭഗവാന് ചെയ്യിക്കാം. അതുപോലെ തന്നെ പാൽപ്പായസം കൂട്ടി മഹാഗണപതി ഹോമം നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. എല്ലാ മാസവും ഒട്ടും പഠിക്കുന്നില്ല, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, വികൃതിയാണ്, പഠിക്കാനൊരു താല്പര്യവും കാണിക്കുന്നില്ല, ഓർമ്മക്കുറവാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നാളുകൾ തോറുമോ അതല്ലെങ്കിൽ പക്കപ്പിറന്നാൾ തോറുമോ ഗണപതി ഹോമം കഴിച്ച് പ്രാർത്ഥിച്ചോളൂ. ആ കുട്ടിയുടെ പേരും നാളും പറഞ്ഞ് തീർച്ചയായിട്ടും ഫലമുണ്ടാകും, ഉറപ്പാണ്. അത്ര ദയാലുവാണ്, ഭക്തരോട് അത്രയ്ക്ക് സ്നേഹമാണ് മഹാഗണപതിക്ക്. കലകളുടെ രാജാവാണ്. അതുകൊണ്ട് തന്നെ നൃത്തഗണപതിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഡാൻസ്, പാട്ട്, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ചിത്രരചന ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ വിനായകനെ പ്രത്യേകമായി ഭജിക്കേണ്ടുന്നതാണ്. സകല കലകളുടെയും ദേവനാണ് വിനായകൻ. എന്തൊരു സൗന്ദര്യമാണ് അല്ലേ! ഒട്ടും ചേർച്ചയില്ലാത്ത കുറേ അവയവങ്ങളൊക്കെയാണ് ഭഗവാനുള്ളത്. വലിയ ചെവിയും വലിയ കൊടവേറും വണ്ണമുള്ള ശരീരവും വലിയ മുഖവും ആനയുടെ മുഖവും മനുഷ്യൻ്റെ രൂപവും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്! വളരെ സുന്ദരനായ ഒരു ഭഗവാനാണ് മഹാഗണപതി. അതുകൊണ്ട് ഏത്തമിടുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. രാവണനാണ് ആദ്യമായി ഏത്തമിട്ടത് എന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഏത്തമിടുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമജപം ജീവിതത്തിൻ്റെ ശീലമാക്കുക. എല്ലാവരെയും അമ്മ മഹാമായയും ഭഗവാനും അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.